നടേശൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചാത്തന്നൂരിൽ നിന്ന് കൂടെ എത്തിച്ചേരുന്നു. അധസ്ഥിത മനസ്സുകളിൽ പ്രത്യാശയുടെ സപ്തവർണ്ണങ്ങളുടെ ദീപ്തി വിതറിയ ഒരു ജനതയുടെ പടനായകൻ SNDP അമരക്കാരനായി നിന്നുകൊണ്ട് തുല്യാവകാശത്തിനും നീതിബോധത്തിനും വേണ്ടി നിരന്തര സമരപഥങ്ങളിലൂടെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്ന ഊർജ്ജസ്വലനും സർവ്വധീരനുമായ നീതിയുടെ പടനായകൻ ഈ സമ്മേളന സ്ഥലത്തായി എത്തിച്ചേർന്നിരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിന്റെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആകാശനായ വെള്ളാപ്പള്ളി നടേശനവറുകൾ ചാത്തന്നൂർ SNDP യോഗം താലൂക്ക് യൂണിയൻ ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ചാത്തന്നൂർ SNDP താലൂക്ക് യൂണിയൻ ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ശബരിമല തുടങ്ങി കേരളത്തിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാധനായ അഡ്വക്കേറ്റും രാജഗോപാലൻ എത്തിച്ചേർന്ന കാര്യം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. മലങ്കര മെത്രാപ്പൊലീത്തയുടെ കൂട്ട ട്രസ്റ്റി ബഹുമാനപ്പെട്ട സാമുദായിക സാംസ്കാരിക നേതാക്കന്മാർ എത്തിച്ചേർന്ന കാര്യം വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവൂ എന്ന കാര്യം അറിയിക്കുകയാണ്. ഇപ്പോൾ തന്നെ ചാത്തന്നൂർ പട്ടണം ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1000 എന്ന ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും നിർദ്ദേശാനുസരണം അറിയിക്കും. എല്ലാ വിശിഷ്ടാതിഥികളും വേദിയിൽ പ്രവേശിച്ചതിന് ശേഷമായിരിക്കും കേരളത്തിന്റെ ശിശുക്കുമാരൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവരുടെ വേദിയിലേക്ക് എത്തുന്നതായെന്ന കാര്യം അറിയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തറവാട്ടിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വിശ്രമിക്കുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി.
പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാല സ്വപ്നവിലാസ് സമാഗതമായിരിക്കുന്നു. നമ്മുടെ ഈ ചെറുപട്ടണത്തിലും കേരളത്തിന്റെ ആത്മീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ കാലുകുത്തിയിരിക്കുന്നു. മതസൗഹാർദ്ദവും മതമൈത്രിയും വാക്കിലല്ല ഭാഷയിൽ നമുക്കവരെ സ്വാഗതം ചെയ്യാം. ഞങ്ങളത് ഫോട്ടോ എടുത്തു ഹൈക്കോടതി ഇവിടെ അകത്തിരിക്കുന്നത് അയാൾ വന്നല്ലോ. അതിഥികളെ വിനയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തടിച്ചുകൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹവും പൊതുജനങ്ങളെയും ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥനാ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ അനുബന്ധിച്ച് വിശാല സമൂഹം ഇതാ ഇവിടെ ഒത്തുചേരുന്നു. വിശ്വസാഹോദര്യത്തിന്റെ അനശ്വര സന്ദേശങ്ങളെ സംവേദനം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന മാനവ സേവയുടെ ഈ കർമ്മഭൂമിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സാംസ്കാരിക സംഗമത്തെ അനശ്വരവും പ്രദീപ്തവുമാക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും അനുവാദത്തോടെ ഈ സമ്മേളനം സമാരംഭിക്കുന്നു. ഞങ്ങളെ അനുവദിച്ചുവല്ലോ. ഇടപാടുകളിലായി താമസിക്കുന്ന വ്യത്യസ്തമായ മത സാമൂഹിക വിഭാഗങ്ങൾക്ക് ഒന്നുചേരുവാനും പരസ്പരം സംവദിക്കുവാനും ഈ അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സംരംഭത്തെ ഈ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു രംഗമായി ഈ നാടിനെ നീ രൂപപ്പെടുത്തണമേ. നിന്റെ സാന്നിധ്യവും കൃപകളും അനുഗ്രഹങ്ങളും എന്നും നിങ്ങൾക്ക് ലഭ്യമാക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ സംരംഭത്തെ നീ വാഴ്ത്തി എല്ലാ വാഴ്വുകളും നൽകി ഞങ്ങളെ ധന്യരാക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഏറെ പരിമിതികളുള്ള ഒരു കൊച്ചു ഗ്രാമം, അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു മഹനീയ ദേവാലയം, വരിഞ്ഞുവിള സെന്റ് ജോർജ് പള്ളി അനുഗ്രഹദായകമായ ഒരു തീർത്ഥാടന കേന്ദ്രവും മതസംഗമ വേദിയുമായി വളർന്നു കഴിഞ്ഞു. ഇതിന്റെ പിന്നിലെ പ്രചോദനം
ചാലകശക്തി, കർമ്മചേതന എല്ലാമെല്ലാമായിരിക്കുന്ന കോശി ജോർജ് വരിഞ്ഞിവിള അച്ഛനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ അനുവാദത്തോടെ ഈ ഇടവകയുടെ സ്ഥാപക പിതാവായ മിഖായേൽ മാർ ദിവന്യാസ്യോസ് തിരുമേനിയെയും ഈ സ്ഥലം കൊടുത്ത വരിഞ്ഞവിള ബംഗ്ലാവിൽ കോശി കൊച്ചുകോശി അവരുകളെയും അനുസ്മരിച്ചുകൊണ്ട് യോഗം തുടങ്ങട്ടെ. വിശിഷ്ടാതിഥികളെ, ദേശനിവാസികളെ, ഈ ദേവാലയം ഈ ദേശത്ത് മത സാഹോദര്യത്തിന്റെ സംഗമ സമതല ഭൂമിയാണ്. ഈ ദേവാലയം ഇപ്പോഴ് നാനാജാതി മതസ്ഥരും ഈ ദേവാലയത്തിൽ അനുദിനം നിത്യ സംസർഗത്തിലൂടെ ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും ആത്മീയ മണ്ഡലത്തിലെ പ്രമുഖരും ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശിവഗിരി തീർത്ഥാടകരെ സ്വീകരിച്ച് അവർക്ക് പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി തുറന്നുകൊടുത്ത ഏക ക്രിസ്ത്യൻ ദേവാലയമാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പുരാതന ദേവീക്ഷേത്രം മകരഹന്യ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ഈ പള്ളിയിൽ സ്വീകരിച്ച് പള്ളിക്ക് ചുറ്റും അവർ 3 പ്രദക്ഷിണം വെച്ച് ദക്ഷിണ കൈമാറുന്ന ചടങ്ങും ഈ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതുകൊണ്ടൊക്കെയാണ് മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദേവാലയം നാനാജാതി മതസ്ഥർക്കും ഒരത്താണിയാണ്, ഒരു അഭിമാനമാണ് എന്ന് ഇതിന്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ വർഷത്തെ പെരുന്നാളിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുമുണ്ട്. കാടും മേടും പിടിച്ചു കിടന്നതായ ഈ ദേവാലയം 2001 ഞാൻ ഇതിന്റെ ചുമതല ഏൽക്കുമ്പോൾ ഒരു പരിമിതമായ ഒരു സൗകര്യങ്ങളിലൂടെയാണ് ഈ കാണുന്ന കൊച്ചു ദേവാലയം ഞാൻ അനുദിന കർമാദികൾ നിർവഹിച്ചു പോയത്. പക്ഷേ അതിന്റെ ആരംഭത്തിൽ തന്നെ, ബാല്യദശയിൽ തന്നെ എന്നെ ഈ ദേവാലയത്തിൽ കാല് കുത്തിക്കുകയില്ല എന്നും ഇവിടെ നിന്ന് പുറത്തിറക്കുമെന്നും ഒരു ഭീഷണിയും നിയമസംഹിതയിൽ നിന്ന് എനിക്കൊരു ഉത്തരവും ഉണ്ടായിരുന്നു. കണ്ണുനീരും പ്രാർത്ഥനയും ദൈവത്തെ മുഖാമുഖം കണ്ടപ്പോൾ 2010 സെപ്റ്റംബർ 4 പൂർണ്ണമായി ഇടവകയുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ശാശ്വതമായ ഒരു വിധി എനിക്ക് ലഭിക്കുകയുണ്ടായി. അതോടുകൂടി ഇരുണ്ട അധ്യായം ഇവിടെ നിന്ന് മാറി ഒളിച്ചു. പ്രകാശത്തിൻ്റെതായ ഒരു രശ്മി ഈ ദേവാലയത്തിൽ ഉദിച്ചു എന്ന് പറയുമ്പോൾ ഈ ദേശത്ത് ഉദിച്ചു എന്നതിന്റെ തെളിവാണ് ഈ വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ സാംസ്കാരിക സമ്മേളനത്തിന്റെ സന്തോഷം മറന്നു പോകുന്നതിന് മുമ്പേ തന്നെ ഇപ്പോൾ അടുത്ത ഒരു പെരുന്നാളിനോടനുബന്ധിച്ച ഒരു സാംസ്കാരിക സമ്മേളനം കൂടി പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുവാൻ കാരുണ്യവാനായ ദൈവം നമ്മെ സഹായിച്ചു. ഇത് എന്റെയോ ഞാൻ ചുമതല വഹിക്കുന്ന ഈ ഇടവകയിലെ വാത്സല്യ മക്കളുടെയോ കഴിവോ ബുദ്ധിയോ അല്ല. കാരുണ്യവാനായ ദൈവത്തിന്റെ അദൃശ്യകരമായ വലതൃക്കരം നമ്മുടെ മേൽ ആവസിച്ചപ്പോഴാണ് ഇതെല്ലാം ഭംഗിയായി നടത്തുവാനും നിർവഹിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചത്. ഒരഭിഷിക്തനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതെല്ലാം സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുമ്പോഴാണ് നാം വർദ്ധിക്കുന്നതായ മേഖലകളെല്ലാം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പൂവണിയുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഈ ദേവാലയം ഇന്ന് സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ്, സമാധാനത്തിന്റെ ഒരു അനുഭവമാണ്. ഈ ദേവാലയത്തിന്റെ മാത്രം കാര്യത്തിലല്ല ഇതിന്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ശ്രദ്ധ പതിപ്പിക്കുന്നത്. കഴിഞ്ഞ സാംസ്കാരിക സമ്മേളനം ഇവിടെ നിർവഹിച്ചപ്പോൾ ആരാധ്യനായ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ഈ വേദിയിലുണ്ടായിരുന്നു. ഈ നെടുവട്ടൂരിന്റെ പ്രിയപുത്രൻ ബി രാഘവൻ MLA ഈ വേദിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ സാംസ്കാരിക സമ്മേളനം നടത്തുവാൻ കോട്ടയത്തെ ഒരു പരിപാടി കഴിഞ്ഞ് ആർപ്പൂക്കര ഒരു സ്കൂളിന്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് നിയമസഭാ സ്പീക്കർ കൊട്ടാരക്കരയിൽ നിന്ന് ഈ പള്ളിയിലെത്തിയത്. കൊട്ടാരക്കരയിൽ നിന്ന് ഈ പള്ളിയിലേക്ക് എത്തുവാൻ 1.5 മണിക്കൂർ സമയം വേണമെന്ന് കരുതിയിട്ടാണ്
ആദരണീയനായ നിയമസഭാ സ്പീക്കർ നെടുവത്തൂരിന്റെ പ്രിയപുത്രൻ ബി രാഘവൻ MLAക്ക് ശുപാർശ ചെയ്തിട്ട് 15 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അനുവദിച്ച് കൊട്ടാരക്കര മുതൽ ചെങ്കളം വരെ റബ്ബറൈസ്ഡ് റോഡ് ചെയ്യണമെന്നുള്ള ഓർഡർ ഉണ്ടായതും പണി ആരംഭിച്ചതിന്റെ മൂലകാരണം ഈ ദേവാലയമാണ്. നെടുവത്തൂരിന്റെ പ്രിയപുത്രൻ ബി രാഘവൻ MLAയുടെ സ്വന്തം അവകാശമാണത്. നമ്മളുടെ ചെറുപ്പം മുതൽ കണ്ടുവന്ന ഒരു റോഡിന്റെ ഒരു അപകടകരമായ പൂർണ്ണമാണ് അവിടെ നടന്നത്. അതിന് മുഖാന്തരവും ഈ ദേവാലയം ഉണ്ടായി. ഈ പെരുന്നാളിൽ എന്റെ ദേശത്തെ വാത്സല്യ മക്കളോട് ഞാൻ പറയുകയാണ്, പുയ്യപ്പള്ളി മുതൽ ചാത്തന്നൂർ വരെ ഇനിയും 8 കിലോമീറ്റർ മാത്രമാണ് റോഡ് വികസനം പൂർത്തിയാകാനുള്ളത്. ചാത്തന്നൂർ NHM കൊട്ടാരക്കര MC തമ്മിൽ ബന്ധിപ്പിക്കുന്ന മിനി ബൈപ്പാസ് റോഡാക്കി PWD മാപ്പിൽ മാറ്റിയിട്ട് കൊട്ടാരക്കര MC റോഡും ചാത്തന്നൂർ NHM തമ്മിൽ ബന്ധിപ്പിക്കുന്ന മിനി ബൈപ്പാസ് റോഡായിട്ട് ഇത് മാറ്റണമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് 6 മാസം മുമ്പ് തന്നെ നമ്മൾ പള്ളിയുടെ പേരിൽ ലെറ്റർ കൊടുത്തു. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കൊടുത്തു എന്ന് ചോദിച്ചാൽ സ്ഥല MLA ആയ ബി രാഘവൻ അവർക്കും അത് കൊടുത്തു. കേരളത്തിന്റെ റോഡ് വികസന മന്ത്രിക്കും കൊടുത്തു. അടുത്ത ഗവൺമെന്റ് മാറി മാറി വരുന്ന ഗവൺമെന്റ് ആയാലും ഞങ്ങളുടെ ഈ നാടിന്റെ വികസനമാണ് നമുക്ക് ആവശ്യം. അതും വലിയ താമസമില്ലാതെ തന്നെ പൂവണിയുമെന്നാണ് എന്റെ ആഗ്രഹം. ഈ റോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ വർക്കല ശിവഗിരി ബന്ധിപ്പിച്ച് കോട്ടയത്ത് നിന്നുള്ള വാഹനങ്ങൾ ഇതുവഴി ഓടുവാൻ സഹായകരമാകും. ഞാനിത് പറഞ്ഞത് ഈ ഇടവക ഇവിടുത്തെ ആത്മീയ കാര്യങ്ങൾ നോക്കി ഇവിടെ ഒടുങ്ങിക്കഴിയുന്ന ഒരു ഇടവകയല്ല. ഈ ദേശത്തെ പുരോഗമനപരമായ സകല കാര്യങ്ങളിലും ഇതിന്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ഇടപെടുന്നു. അത് ബഹുമാനപ്പെട്ട ഇടത് വലത് പക്ഷത്തെ MLAമാരും മന്ത്രിമാരും നമുക്കത് പൂർണ്ണ സപ്പോർട്ടാണ്. ആ കാര്യം ഞാനൊന്ന് പരാമർശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇടവകയുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുകയും നിർവഹിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നില് ഒരു വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ട്. അതിന്റെ തെളിവാണ് ഈ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ കവലകൾ തോറും ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും വെച്ചത്. കൊല്ലം പട്ടണത്തിലെയും കൊട്ടിയം ചാത്തന്നൂർ പട്ടണത്തിലെ ബിസിനസ് സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സിനാണ്. അദ്ദേഹം എന്റെ ഗുരുവാണ്. കേരളത്തിലെ സാംസ്കാരിക നായകനാണ്, ചിന്തകനാണ്, മലങ്കര സഭാ സമാധാനത്തിന്റെ പ്രിയപുത്രനാണ്. ലോകത്തെങ്ങും ഇന്ന് അറിയപ്പെടുന്ന അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമനസ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുവാൻ തക്കവണ്ണം ഒഴുകി വന്നതിനുള്ളതായ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അവിടുത്തെ തൃപ്പാദത്തിങ്കല് 10 പുരസ്സരം ബഹുമാനങ്ങൾ 10 പുരസ്സരം ഞങ്ങൾ അർപ്പിക്കുന്നു. അഭിമന്യ തിരുമേനി ഞങ്ങളെ അനുഗ്രഹിച്ചാലും അഭിമന്യ തിരുമനസ്സിന് പൊന്നാടേണി ചാദരിക്കുന്നതിനായി MC ജേക്കബ് സാറിനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായി ഇവിടെ കടന്നു വന്നത് കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ സക്കരയമാർ അന്തോണിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. പരിശുദ്ധ മാത്യൂസിയൻ കാതോലിക്ക ബാബയുടെ പ്രിയ ശിഷ്യൻ. വ്യക്തിപരമായി ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ നിയമസൂക്ഷിപ്പുകാരൻ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആദരണീയനായ കെ സുരേന്ദ്രമോഹൻ അവറുകളാണ്. ഈ ഗ്രാമത്തിൽ വരുവാനും ഈ ഗ്രാമത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുവാനും കേരള ജനതയുടെ മുന്നിൽ ഈ ഗ്രാമത്തിന്റെ വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അദൃശ്യമായ മഹാശക്തിയിൽ നിന്ന് എന്റെ പ്രാർത്ഥനയുടെ ഫലം ദൈവസന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ എറണാകുളത്ത് ഞാൻ ആദരണീയനായ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവരുടെ ക്ഷണിക്കുവാൻ ചെന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ പരിപാടിയിൽ ഞാൻ വരും, അത് എനിക്ക് അഭിമാനമാണ്. ഡോക്ടർ ഡി ബാബു പോളിന്റെ പിതാവിന്റെ സഹോദരിയുടെ മകനെന്ന നിലയിൽ എനിക്കുള്ളതായ ബഹുമാനം വളരെ വലുതാണ്. അച്ഛന്റെ കുടുംബത്തോട് ഞാൻ പലതും കടപ്പെട്ടിരിക്കുന്നു. എന്റെ വഴികളിലെല്ലാം ഡോക്ടർ ഡി ബാബു പോളും ഡോക്ടർ ഡി റോയ് പോളും ചെയ്തിട്ടുള്ളതായ സേവനങ്ങൾ എനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല.
ഈ അടുത്ത സമയത്ത് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഒരുപാട് വിധി എഴുതിയത് പത്രമാധ്യമങ്ങൾ കൂടി നാം വായിച്ചു കേട്ടു. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ ദേശനിവാസികളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ മക്കളുടെയും വിശിഷ്ട അതിഥികളുടെയും പേരിൽ ബഹുമാന പുരസ്സരം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളും ആവലാദികളും ഹിതമറിഞ്ഞ് അനുകൂലമായ സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കാലാകാലങ്ങളിൽ പൊതുജന പ്രയോജനകരമായ വിധികൾ ഉണ്ടാവുമ്പോൾ റോഡ്, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ മേഖലകളിലൊക്കെ പൊതുവായ ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ കേരളത്തെ നയിക്കുവാൻ ജുഡീഷ്യറിക്ക് കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ അവരുടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ശ്രീ വി കെ ജോർജ് അവർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായി കടന്നു വന്നത് കേരള സംസ്കാരത്തെ ഗർജിക്കുന്ന സുമുഖമെന്നറിയപ്പെടുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളാണ്. SNDP യോഗത്തിന്റെ ആരാധ്യനായ നേതാവ്. SNDP യോഗത്തെ ഇന്ന് കേരളത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല, ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കേരളത്തിന്റെ ആദരണീയനായ SNDP യോഗം ജനറൽ സെക്രട്ടറി അങ്ങയോട് ഞാൻ പറയുകയാണ്, ഈ അടുത്ത സമയത്ത് SNDPയിൽ വിവാദികൾ വന്നപ്പോൾ തെക്കേ തലക്കലിൽ ഇരുന്നുകൊണ്ട് ഒരു മകൻ SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരെ ഫോൺ ചെയ്തിരുന്നു. അത് മറ്റാരുമല്ല, ഈ പാവം പിടിച്ച അച്ഛനാണ്. ഞാൻ പറഞ്ഞ വാക്കിലാണ്, അല്ലയോ വെള്ളാപ്പള്ളി നടേശൻ അവരുകൾ, ഒരു തുള്ളി ചെളിക്ക് മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുകയില്ല. അങ്ങ് SNDPയുടെ ആരാധ്യനായ നേതാവാണ്, സൂര്യ തേജസ്സാണ്. അങ്ങ് പതിനെട്ടാമില്ലാത്ത ഒരു നേതാവാണ് SNDPക്ക്. അങ്ങേ വെല്ലുവിളിക്കുന്നവൻ കർത്താവിനെ ഒറ്റുകൊടുത്ത യൂതയുടെ അനുഭവമായിരിക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് ആർക്കായാലും നന്നായിരിക്കും. SNDPയെ പുലർത്തുക എന്നത് പല ആളുകളുടെയൊക്കെ ദിവ്യസ്വപ്നമാണ്. അത് നടക്കുകയില്ല എന്ന് തെളിയിച്ച ആരാധ്യനായ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ വീണ്ടും ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദേശത്തെ സകല എന്റെ മക്കളെയും കാണുവാൻ, SNDP യോഗത്തിന്റെ പ്രവർത്തകരെ ഒന്ന് നേരിൽ കാണുവാനുള്ള ആഗ്രഹവും ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. ആദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ മരുവൻപള്ളി SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ കാർത്തികേയൻ, സെക്രട്ടറി രവീന്ദ്രൻ അവർ ഇപ്പോൾ മാല അണിയിച്ച് ആദരിക്കുന്നു. ഈ ഇടവേളയ്ക്ക് വേണ്ടി സജി ജോണ് ആദരണീയനായ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. അടുത്തതായി ശ്രീ MG ജോർജ് മുത്തൂറ്റാണ്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമ സന്താനം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആത്മായ ട്രസ്റ്റി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാന ഭാജനം എന്ന് ഞാൻ പറഞ്ഞത് മലങ്കര മെത്രാപ്പൊലീത്തായുടെ കൂട്ടു ട്രസ്റ്റി, 1,40,000 രൂപയുടെ ടേൺ ഓവറുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവൻ, ഇന്ത്യയിലും വിദേശത്തും 4,000 ബ്രാഞ്ചസ് ഉള്ള ഒരു ആധ്യാത്മിക മണ്ഡലത്തിലെ ഒരു പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും മലങ്കര സഭയ്ക്ക് മറക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് പാവം പിടിച്ച ജനങ്ങളുടെ അത്താണിയാണ്. അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആത്മായ ട്രസ്റ്റി എന്ന ചുമതല വഹിച്ചതിനു ശേഷം ഇന്ന് 50 വർഷം മലങ്കര സഭ പിന്നോട്ട് പോയെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ ഇന്ന് 100 വർഷം മുന്നോട്ട് മലങ്കര സഭയെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലും ബാങ്കിംഗ് മേഖലകളിലും രാജ്യത്തുണ്ടാകുന്ന അതീവ വളർച്ച സഭയുടെയും വളർച്ചയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ശ്രീ MG ജോർജ് മുത്തൂറ്റ് ഈ ഗ്രാമത്തില്, ഈ തെക്കൻ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് 12:30-ക്കാണ് തിരുവനന്തപുരം എയർപോർട്ടില് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാനായി അദ്ദേഹം എത്തിച്ചേർന്നത്. ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറയും, കോശിയച്ച
വല്ല റെക്കമെൻഡ് വല്ലതും മാറും. ഈ കൈകൾ കൊണ്ടും ഈ വാക്കുകൾ കൊണ്ടും വിവിധ ശാഖകളിൽ ഒരു കുഞ്ഞിനെ നിയമിക്കണമെന്ന് പറയുമ്പോൾ അതിന് ചുമതലപ്പെട്ടവരുടെ അടുത്ത് പറയും, വരിഞ്ഞവളെ അച്ഛന്റെ റെക്കമെൻഡാണ്, അങ്ങ് ചെയ്തേരെ. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പാവം പിടിച്ച ഞാൻ ഈ ദേശത്തെ ഒരു എളിയ പട്ടക്കാരൻ. ഞാന് ആ സംരംഭങ്ങള്, ആ ഒരു ജോലി, അങ്ങനെ ധാരാളം ആവശ്യങ്ങള്, ഹോസ്പിറ്റൽ ആവശ്യങ്ങള് ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. വിവിധ ബ്രാഞ്ചസുകളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവരോട് എനിക്ക് ബഹുമാനമുണ്ട്. അവർ പറയും, അച്ഛനാണ് ഞങ്ങളെ വഴിതെളിച്ചു തന്ന ദൈവമെന്ന്. ആ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് ഇന്ന് ഞാൻ പറഞ്ഞു. എന്റെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവരുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജമാഅത്ത് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് SM ഹംസാറാവുത്തർ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, കേരളത്തിലെ ആലുവ മുതൽ നെടുമങ്ങാട് വരെയുള്ള ദേവസ്വത്തിന്റെ ഭൗതിക അധികാരങ്ങളുടെ തലവൻ, ശബരിമല ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ഭൗതിക അധികാരങ്ങളുടെ തലവൻ ബഹുമാനപ്പെട്ട M രാജഗോപാൽ സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ ദേശത്തെ ക്ഷണിക്കുമ്പോൾ, കഴിഞ്ഞ സമ്മേളനത്തില് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി ചേട്ടൻ ഇതിനെ അതേ വേദിയിലാണ് ദേവസ്വത്തിന്റെ പ്രസിഡന്റിനെ ഞാൻ ക്ഷണിക്കുന്നത്. ആദരണീയായ പ്രസിഡന്റിനോട് ഞാൻ പറയുകയാണ്, പള്ളികളും അങ്ങയുടെ ഒരഭിപ്രായം അറിയുവാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെയും പ്രസിഡന്റാണ്. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങളുടെ കലവറ എന്നാണ്. അല്ലയോ പ്രസിഡന്റ്, ഞങ്ങളും അങ്ങയുടെ ആദർശങ്ങളും അഭിലാഷങ്ങളും പകർത്തുന്നവരാണ്. ദേവസ്വത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്. ഈ പള്ളി എന്നും ഒരു ദേവസ്വത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഓഫീസില് എന്നെ വിളിച്ച് സന്തോഷപൂർവ്വം മാനിച്ചിട്ടുണ്ട്. ഞാൻ നന്ദിയോടുകൂടി അത് അറിയുകയാണ്. എന്റെ സ്വപ്നമായിരുന്നു കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണമെന്നുള്ളത്. എന്നാൽ ഞാൻ ഒരു ക്രൈസ്തവ സഭയുടെ പുരോഹിതനായതുകൊണ്ട് നേർപ്രശ്നമുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് തുറന്നു പറയുകയാണ്, എല്ലാവരും കോടാനുകോടി ജനങ്ങൾ ഭക്തിയോടെ കണ്ട് സായുജ്യമണയുന്ന ശബരിമലയിൽ ഈ ഗ്രാമത്തിലെ ഈ കൊച്ച് അച്ഛനും ഒന്ന് പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ടായി. അത് താമസം വിനയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞത്, എന്റെ സ്വന്തം വാഹനത്തിൽ എന്റെ കൊച്ചച്ഛനെ ഞാൻ ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുപോകാമെന്നാണ്. സന്തോഷത്തിന്റെ അനുഭവമായിട്ട് ഞാനത് കാണുന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും കാണുവാനും പഠിക്കുവാനും ആരാധിക്കുവാനുമുള്ളതാണ്. ഒരു വിഭാഗത്തിന് മാത്രമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ മൂഢസ്വർഗത്തിലാണ്. ആ തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊള്ളുവാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൗതിക അധികാരങ്ങളുടെ തലവൻ അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ അവരുടെ ആദരപൂർവ്വം ഈ സാംസ്കാരിക സമ്മേളനത്തിന് ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പോൾ തിരുദാമോദരപുരം മഹാ വിഷ്ണു ക്ഷേത്രം സെക്രട്ടറി മല്ലവൻപള്ളി രാമചന്ദ്രൻ പിള്ള അവരുടെ ആദരപൂർവ്വം ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പൊന്നാടയണിയിച്ച് ആദരിക്കുക. അടുത്തതായിട്ട് വന്യശ്രീ ഫാദർ ഡോക്ടർ ജോൺസ് കോനാട്ട് അച്ഛനാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മൽത്താൻ കുടുംബത്തിന്റെ ഈറ്റല്ലമായ പാമ്പാക്കുടയിലെ കോനാട്ട് കുടുംബത്തിലെ ഇളം തലമുറക്കാരൻ, മലങ്കര മെത്രാപ്പൊലീത്തയുടെ കൂട്ടു ട്രസ്റ്റി വന്യശ്രീ കോനാട്ട് അച്ഛൻ ഈ തെക്കൻ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് വന്നത്. പുരോഹിതരെ പഠിപ്പിക്കുവാനും പുരോഹിതരെ അഭ്യസിപ്പിക്കുവാനും കർമാനുഷ്ഠാനങ്ങളുടെ ആദ്യശ്രീ എഴുതിക്കുന്ന പാമ്പാക്കുട കോനാട്ട് മൽത്താൻമാരുടെ കുടുംബം അറിയാത്ത ആരും തന്നെ ഈ ലോകത്തില്ല. ആ കുടുംബത്തിലെ ഇളം തലമുറക്കാരനായ എന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ കോനാട്ടച്ഛനെ ആദരപൂർവ്വം ഞാൻ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ ആദരിക്കുവാനായി പൊതുപ്രവർത്തകൻ ജോയിയെ ഈ സ്റ്റേജിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ഭാഗ
പാർലമെന്റിന്റെ ആദരണീയനായ ശ്രീ പീതാംബരക്കുറുപ്പ് MP കഴിഞ്ഞ സാംസ്കാരിക സമ്മേളനത്തില് ഇവിടെ ഇടിവെട്ട് പ്രസംഗത്വം എന്ന് വിശേഷിപ്പിച്ച കുറുപ്പുചേട്ടൻ എവിടെയുണ്ടോ അവിടെ ഇടിനാഥൻ താനെ മുഴകുമെന്ന് ലോക ശ്രദ്ധ കേന്ദ്രീകരിച്ച കൊല്ലം പാർലമെന്റിന്റെ അഭിമാന ഭാജനം. രാഷ്ട്രീയമില്ല. ഒരു വലതുപക്ഷ മുന്നണിയിൽ നിന്ന് MP ആയെങ്കിൽ ഇന്ന് വലതും ഇടതുമില്ലാത്ത ജനങ്ങളുടെ MP ആയി പ്രവർത്തിക്കുന്ന ശ്രീ കുറുപ്പുചേട്ടൻ ഈ നാടിന്റെ അഭിമാനമാണ്, ഈ നാടിന്റെ അഭിമാന ഭാജനമാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായിട്ട് ശ്രീ MG മാത്യു അവരുടെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MP-യോട് ഒരു കാര്യം അനവസരത്തിലാണെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കുറഞ്ഞത് ഒരു 20 കോടി രൂപയെങ്കിലും MP ഫണ്ടിൽ നിന്ന് ഈ നാട്ടിൽ വിനിയോഗിക്കണമെന്ന് അതിന്റെ പ്രോജക്റ്റ് ഞങ്ങൾ തന്നുകൊള്ളാം, അത് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ഞങ്ങളുടെ ഒരു റോഡിന്റെ നിർമ്മാണമൊക്കെ നടക്കുകയാണ്. പുന്നക്കോട് സ്കൂൾ മുതൽ പഞ്ചായത്ത് മുക്ക് വരെ ഉള്ള റോഡിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഒരു 20 കോടി രൂപയെങ്കിലും പ്രാരംഭ ഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നെടുവത്തൂരിന്റെ പ്രിയപുത്രൻ എന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ B. രാഘവൻ MLA, അദ്ദേഹത്തെ ഞാൻ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുമ്പോൾ നെടുവത്തൂർ നിയോജക മണ്ഡലം ഈ തെരഞ്ഞെടുപ്പോടുകൂടി തീർന്നു. പക്ഷേ ഈ ദേശത്ത് അനുഗ്രഹകരമായ ഭൗതിക നേട്ടങ്ങളുടെ ഒരു കലവറയായിരുന്നു. കുരിശടി മുതൽ മരുവോൺപള്ളി വരെയുള്ള റോഡ് PWD ഏറ്റെടുക്കണമെന്ന് ഒരു ഷീറ്റ് പേപ്പറിൽ അച്ഛൻ എഴുതി കൊടുത്തപ്പോൾ 6 മാസത്തിനകത്ത് സാക്ഷനായി എന്ന് മാത്രമല്ല റോഡ് താരയെ മെത്തിലിറക്കി കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയിൽ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട MLA-യോട് പറയുകയാണ്, ഇലക്ഷൻ ഇപ്പോൾ മത്സരിച്ചില്ലെങ്കിലും അച്ഛനെ ഇനിയും സഹായിക്കുവാൻ MLA-ക്ക് കഴിയും. എന്റെ ജ്യേഷ്ഠ സഹോദര തുല്യം കോളേജ് ജീവിതം മുതൽ ഞാൻ മാനിച്ചു വരുന്ന ശ്രീ B. രാഘവൻ MLA ഹാർദപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശശിധരൻ സാറിനെ പൊന്നാണി അണിയിക്കുവാനായി ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കരയുടെ MLA ശ്രീ ഐഷ പോറ്റി അവറുകൾ കൊട്ടാരക്കരയുടെ മുഖച്ഛായ മാറ്റിയെഴുതി. കൊട്ടാരക്കര ഇന്ന് കണ്ടാൽ ഒരു മിനി ദുബാ പട്ടണമായിട്ട് മാറിക്കഴിഞ്ഞു. കൊട്ടാരക്കര പട്ടണത്തിന്റെ ലക്ഷണമൊക്കെ മാറി ഐശ്വര്യത്തിന്റെ പൂവണിഞ്ഞ കൊട്ടാരക്കരയുടെ പ്രിയപുത്രി എന്റെ ഒരു മൂത്ത സഹോദരിക്ക് തുല്യം ഞാൻ സ്നേഹിക്കുന്നു. ബഹുമാനപ്പെട്ട MLA, ഞാൻ എന്റെ ജന്മദിനത്തിന് പള്ളിയിൽ വന്നു. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചു. നെടുവത്തൂരിന്റെയോ ചാത്തന്നൂരിന്റെയോ MLA അല്ല എങ്കിലും അന്ന് വടക്കേ തലയ്ക്കൽ നിന്ന് ഇന്ന് തെക്കേ തലയ്ക്കൽ വന്ന് ഞങ്ങളെ ആദരിക്കുന്നതിനുള്ളതായ സ്നേഹം ഞങ്ങൾക്ക് വളരെ വലുതാണ്. വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിദ്യാധരൻ അവരുടെ പൊന്നാണി അണിയിച്ച് ആദരിക്കുവാനായി ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ BK ജോർജ് അവരുടെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു പൊന്നാടി അണിയിച്ച് ആദരിക്കുവാൻ. ഇവിടെ സന്നിധരായിരിക്കുന്ന NSS കരയോഗം യൂണിയൻ പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് ഉണ്ണിത്താൻ, SNDP യോഗം കൊട്ടാരക്കര യൂണിയൻ ശ്രീ വിശംബരൻ, SNDP യോഗം ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റ് BB ഗോകുമാർ, ഇവിടെ വേദിയിലിരിക്കുന്ന കുണ്ട്രയുടെ UDF സ്ഥാനാർത്ഥി ജെറമിയാസ്, ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ജയലാലിനെ ഞാൻ സ്റ്റേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ചാത്തന്നൂരിന്റെ നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ജയലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ PS പ്രദീപ്, ഇവിടെ കൂടിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഇരിക്കും. ആദരപൂർവ്വം നിങ്ങൾ ക്ഷണിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര്, വാർഡ് മെമ്പർമാര്, മാധ്യമ പ്രവർത്തകര്,
കൂടിയിരിക്കുന്ന വിശ്വാസികള്, ദേശനിവാസികള്, മാധ്യമ പ്രവർത്തകരെ തുടങ്ങി എല്ലാ മേഖലകളിലുള്ളവരെ ഹാർദവപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്ത് നിർത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മഹാപുരോഹിത ഗണത്തിലെ നിറസാന്നിധ്യം, പ്രഗത്ഭനായ പ്രഭാഷകൻ, സുശക്തനായ എഴുത്തുകാരൻ, ക്രാന്തദർശിയായ ചിന്തകൻ, കണ്ടനാട് ഈസ്റ്റ് മെത്രാസനത്തിന്റെ ശ്രേഷ്ഠ ഇടയൻ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ സുരേന്ദ്രൻ മോഹൻ അവറുകൾ, യോഗത്തിലെ മുഖ്യ അതിഥി SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ, അഭിവന്യ തിരുമേനി, മുഖ്യപ്രഭാഷണം നടത്തുന്ന NG ജോർജ് മുത്തൂറ്റ്, അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോണാട്ട്, NP താങ്ബർ കുറുപ്പ്, MP ബി രാഘവൻ MLA, അഡ്വക്കേറ്റ് ആയിഷ പോറ്റി MLA, ശ്രീ AK സന്തോഷ് ബേബി, ശ്രീ V മോഹൻദാസ് ഉണ്ണിത്താൻ, ശ്രീ G വിശ്വംഭരൻ, ശ്രീ VB ഗോപകുമാർ, ശിഷ്ടാതിഥികളെ, മുന്നിരായ വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദേവാലയത്തിന്റെ അങ്കണത്തിൽ വച്ച് യൂറഗീസേർ പെരുന്നാൾ ആഘോഷത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ മുഖ്യാതിഥി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി SNDP യോഗത്തിന്റെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക 6ാമത്തെ പ്രാവശ്യമാണ്. അദ്ദേഹത്തിന് ഔപചാരികമായി ഒരു സ്വീകരണമല്ല എങ്കിലും വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നു. വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറെ പേർ അധ്യക്ഷവേദിയിൽ സന്നിഹിതരായിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ഒരു സമ്മേളനം ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. യൂറഗീസ് സഹദായുടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു സമ്മേളനമാണ്. യൂറഗീസ് സഹദ ഈ ലോകം മുഴുവനുള്ള ക്രൈസ്തവർ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പടം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കും. അദ്ദേഹം ഒരു പാമ്പുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. അവിടെ സർപ്പം, പാമ്പ് ഒരു ദുഷ്ടതയുടെ പ്രതീകമായിട്ടാണ് ക്രൈസ്തവർ കാണുന്നത്. അതായത് തിന്മയുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരാളുടെ ഓർമ്മ ദിവസമാണ്. യാതൊരു സന്ധിയുമില്ലാതെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്ന ഒരു വിശുദ്ധന്റെ കഥയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. തോന്നുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മുടെ ഇടയിലേക്ക് തരുന്നുണ്ട് എന്നതാണ്. ദുഷ്ടത, തിന്മ എന്ന് പറയുന്നത് ഒരു പൂർവ്വകാലത്ത് മാത്രം നടന്നിട്ടുള്ള ഒന്നല്ല. വളരെ വ്യാപകമായി തിന്മ അദ്ദേഹം ഒരു പാമ്പുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. അവിടെ സർപ്പം, പാമ്പ് ഒരു ദുഷ്ടതയുടെ പ്രതീകമായിട്ടാണ് ക്രൈസ്തവർ കാണുന്നത്. അതായത് തിന്മയുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരാളുടെ ഓർമ്മ ദിവസമാണ്. യാതൊരു സന്ധിയുമില്ലാതെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്ന ഒരു വിശുദ്ധന്റെ കഥയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. തോന്നുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മുടെ ഇടയിലേക്ക് തരുന്നുണ്ട് എന്നതാണ്. ദുഷ്ടത, തിന്മ എന്ന് പറയുന്നത് ഒരു പൂർവ്വകാലത്ത് മാത്രം നടന്നിട്ടുള്ള ഒന്നല്ല. വളരെ വ്യാപകമായി തിന്മ വ്യാപരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
എവിടെയെല്ലാം നമ്മൾ ഇടപെടുന്നു അവിടെയെല്ലാം തിന്മയുടെ ദുഷ്ടതയുടെ സ്വാധീനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദുഷ്ടതയ്ക്കെതിരായി തിന്മയ്ക്ക് എതിരായി പോരാട്ടം നടത്തുവാനുള്ള ഒരാഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ ദിനം നമുക്ക് നൽകുന്നത് എന്നതാണ് എൻ്റെ ഒരു ചിന്ത. സാധാരണഗതിയിൽ തിന്മ എവിടെയുണ്ടോ ഒഴിഞ്ഞു പോകുവാനാണ് നമ്മൾ ശ്രമിക്കാറ്. കാരണം തിന്മയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഏറെ നഷ്ടം വരുത്തുന്ന ഒന്നാണ്. ഒരുപക്ഷെ ജീവിതം പോലും നഷ്ടപ്പെടുത്തുവാൻ സാധ്യത നൽകുന്ന ഒന്നാണ്. അവിടെ പിന്തിരിയാതെ എന്ത് നഷ്ടം വന്നാലും ഏറ്റുമുട്ടുവാൻ തയ്യാറാകുന്ന ഒരു വിശുദ്ധന്റെ ചിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ഇന്ന് ഉള്ളത്. നാം ഏർപ്പെടുന്ന മത, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം ഈ തിന്മയുടെ അതിപ്രസരം ഉണ്ട് എന്നതൊരു സത്യമാണ്. അതിനോട് ഏറ്റുമുട്ടുന്നതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നതായൊരു കാര്യം. ഒഴിഞ്ഞു മാറിയാൽ സാമ്പത്തികമായ നേട്ടം, മറ്റു പല നേട്ടങ്ങളും നമുക്കുണ്ടാകാം. തിന്മ എവിടെയെല്ലാം ഉയർന്നു കാണുന്നുവോ അവിടെ അതിനെ നിഷേധിക്കുന്ന, അതിനോട് പോരാട്ടം നടത്തുന്നത് ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യമാണ്. വിശുദ്ധ ഗീവർഗീസ് ഈ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടയാളാണ്. അതുപോലെ പല വിശുദ്ധന്മാരുണ്ട്. ഗാന്ധിജി തിന്മയ്ക്കെതിരെ പോരാടിയാണ്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള രക്തസാക്ഷിത്വങ്ങൾ അർത്ഥമില്ലാത്തതല്ല എന്നതാണ്. ഓരോ കാലത്തും നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന സമൂഹത്തിന് എന്തുമാത്രം വലിയൊരു പ്രേരണയാണ് ഇത് നൽകുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതൊരു മതത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ മാത്രമല്ല, നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം, നീതിയുടെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിന്റെയാണ്. മതമുള്ളവരുടെയും മതമില്ലാത്തവരുടെയും വ്യത്യസ്ത മതങ്ങളുടെ എല്ലാം നിലനിൽപ്പ് എന്നത് സമൂഹത്തിലെ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ നീതിയുടെ നിലനിൽപ്പാണ്. തീർച്ചയായിട്ടും ആ നീതിക്ക് വേണ്ടി പോരാട്ടം ചെയ്യുവാനായിട്ട് വിഭാഗീയതകൾക്ക് ഉപരിയായി ഒന്നിച്ചു ചേർന്ന് നിൽക്കുവാനും കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും ഉള്ള ഒരു ആഹ്വാനം മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കിടാനുള്ളത്. എത്രമാത്രം എന്നേക്കാൾ ശ്രേഷ്ഠരായ ആൾക്കാരാണ് ഈ നമ്മുടെ സ്റ്റേജിലുള്ളത്. അവർക്കൊക്കെ പല കാര്യങ്ങളെപ്പറ്റി പറയുവാനുണ്ടാകും. അത് കേൾക്കുവാനുള്ള അവസരമാണ്. ഞാൻ വല്ലപ്പോഴും ഇതിലേക്ക് വന്നു പോകുന്നൊരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും അവരുടെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നതിന് വേണ്ടി അധ്യക്ഷപ്രസംഗം പരമാവധി ചുരുക്കുന്നു. ഈ പെരുന്നാളിന്റെ സന്ദേശം ദുഷ്ടതയുമായിട്ടുള്ള തിന്മയുമായിട്ടുള്ള പോരാട്ടമാണ്. നടുവ് നിവർത്തി പോരാടുവാനുള്ള കരുത്ത് നമുക്ക് ആർജിക്കേണ്ടതുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ നല്ല നീതിയുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം, വിഭാഗീയതകൾക്ക് ഉപരിയായി ഉരുത്തിരിയുന്ന ഒരു ഐക്യത്തിന്റെ അനുഭവം, അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ കണ്ടിരിക്കുന്നത്. ഇവിടെ മതവും സഭയൊക്കെ എല്ലാം ഉപരിയായ ഒരു കൂട്ടായ്മ ഇവിടെ രൂപം കൊണ്ടിരിക്കുകയാണ്. അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ വന്യരായ ഈ എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഭാഗത്ത് നിന്നൊരു സ്വാഗതവും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു. പ്രോഗ്രാമിന്റെ നടപടിക്രമങ്ങളിൽ ഒരു ചെറിയ വ്യതിയാനം എല്ലാവരുടെയും അനുഭവത്തോടെ വരികയാണ്. അഭിനന്ദിയ അന്തോണിയോസ് തിരുമനസ്സുകൊണ്ട് 6 മണിക്ക് ഒരു പടി സന്ധ്യാ നമസ്കാരം നിർവഹിക്കേണ്ടതായിരുന്നു. നമ്മോടുള്ള താല്പര്യം കൊണ്ട് ഇത്ര നേരം കാത്തിരുന്നതാണ്. അഭിനന്ദിയ തിരുമനസ്സിനെ ചുരുങ്ങിയ വാക്കുകൾക്കായി ക്ഷണിക്കുന്നു. ഒപ്പം KL2 AD 1968 1968 ഈ വണ്ടി ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദനായ തിരുമേനി, ആദരണീയരും ശ്രേഷ്ഠരുമായ എല്ലാ മഹൽ വ്യക്തികളുമേ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, കുഞ്ഞുങ്ങളെ, അഭിനന്ദനായ എന്റെ സീനിയറായ മെത്രാപ്പോലിത്ത പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് എത്രയും വേഗത്തിൽ ഇവിടെ നിന്ന് പോവുകയാണ്. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ തിന്മയെ ജയിച്ചു. ഇന്ന് അന്ധകാരത്തിന്റെ ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ ലോകത്തെമ്പാടും ധാരാളമായുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിലുമുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അവയെ ജയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് എല്ലാവരും പറയുന്നു.
എന്നാൽ അവയെ എങ്ങനെ ജയിക്കണം? തിന്മയെ നന്മയാൽ ജയിക്കണം. വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. തിന്മയെ നന്മയാൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. വിശുദ്ധരും രക്തസാക്ഷികളുമായിട്ടുള്ള എല്ലാ മഹൽ വ്യക്തികളും ഈ ലോകത്തിൽ ജീവിച്ച് അവർ തിന്മയെ നന്മയാൽ ജയിച്ചു. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സാദായുടെ പെരുന്നാൾ ഇവിടെ ആചരിക്കുന്നതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ പല തിന്മകളും വരും. ആ തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുകയല്ല, നന്മയാൽ ജയിക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എനിക്ക് ഈ ക്രമീകരണം ചെയ്തു തന്ന എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഒരു ക്ഷമാപണത്തോടുകൂടി കുറേ ദൂരം പോയി ഒരു ദേവാലയത്തിലെ സന്ധ്യാനമസ്കാരത്തിൽ എത്തേണ്ടതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ പോവുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ. മനസ്സിനോടുള്ള കൃതജ്ഞത ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കുന്നു. കേരള ഹൈക്കോടതിയിലെ ആരാധ്യനായ ന്യായാധിപൻ ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ അവറുകൾ സുതാര്യവും സുശക്തവുമായ വിധിന്യായങ്ങൾ കൊണ്ട് ശ്രദ്ധേയനാണ്. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ശ്രദ്ധേയ സാന്നിധ്യമായ ബഹുമാനപ്പെട്ട ജസ്റ്റിസിന്റെ ഉത്കൃഷ്ടമായ സാന്നിധ്യം നമ്മെ ഏറെ ധന്യരാക്കുന്നു. ഈ സാംസ്കാരിക സംഗമം വിശിഷ്ട വചസ്സുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യരാക്കണമെന്ന് അദ്ദേഹത്തോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അഭിവന്യ തോമസ് മാർ അത്തനോസിയോസ് തിരുവേനി, അഭിവന്യ സക്കറിയ മാർ അന്തോണിയോസ് തിരുവേനി, മുഖ്യ അതിഥി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, ക്ഷണിതാക്കളെ, പരിസരവാസികളെ, ഇടവകാംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗീവർഗീസ് സാദായുടെ നാമത്തിലുള്ള ഈ പള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ നല്ല സായാഹ്നത്ത് ഇവിടെ വരുവാനും ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും എനിക്ക് കിട്ടിയത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നത്. പക്ഷേ ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും ഇതിന്റെ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുവാനായിട്ട് എനിക്കിതിനു മുമ്പ് അവസരമുണ്ടായിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിലായിരുന്നു എന്ന് മാത്രം. അതായത് ഇതിന്റെ ഒരു കേസുമായി സംബന്ധിച്ച് ഞാൻ അന്ന് അഭിഭാഷകനായിരിക്കുമ്പോൾ ആണ് അതിനെ പഠിക്കുവാനായിട്ടുള്ള അവസരം എനിക്കുണ്ടായത്. എന്തായാലും ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആ കേസിനാണെങ്കിലും ഒരു നല്ല പര്യവസാനമുണ്ടായി എന്ന് അച്ഛനിപ്പം പറയുന്നുണ്ടായല്ലോ. അപ്പോൾ ഇവിടെ വരാനും ഇതിൽ സംബന്ധിക്കുവാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അഭിവന്യ തിരുമേനി പറഞ്ഞതുപോലെ ഗീവർഗീസ് സാദായുടെ ജീവിത സന്ദേശം എന്ന് പറയുന്നത് ദുഷ്ടതയുടെ മേൽ നന്മയ്ക്ക് ഉള്ള വിജയം സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഈ സമയത്ത് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം കാണാൻ സാധിക്കുന്ന ഒരു സംഗതി ഈ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു വിഭാഗീയതയാണ്. മതം എന്ന് പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരാളുടെയും വ്യക്തിപരമായ ഒരു ആവശ്യമാണ് പ്രാർത്ഥിക്കുക എന്നത്. പ്രാർത്ഥന എന്ന് നമ്മൾ പറയുമ്പോൾ അതെന്താണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ
ഞാൻ പറയും, സൃഷ്ടാവിന്റെ അടുത്ത് അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ ഉള്ള ഒരു ആത്മസമർപ്പണമാണ് പ്രാർത്ഥന. തന്റെ കുറ്റങ്ങളും കുറവുകളും നന്മകളും പാപങ്ങളും ആവശ്യങ്ങളും ഭയങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ബന്ധം, ആ ബന്ധം സ്ഥാപിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ അത് സ്വകാര്യത കൊണ്ട് മൂടപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് മറ്റൊരാളോട് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്, അത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഉള്ളത് നിങ്ങളുടെ സ്വകാര്യമായ ഒരു കാര്യമാണ്. അപ്പോ ഈ സ്വകാര്യമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നത് നമുക്ക് വിശ്വാസം ഉള്ള ആളോട് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാം, നമുക്ക് വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മളത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളതും ഏറ്റവും അടുപ്പമുള്ള ഒരാളോട് മാത്രമേ അത് നമ്മൾ പറയാൻ തയ്യാറാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് മനസ്സിൽ വെക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് അതുപോലെ വിശ്വാസവും സ്നേഹവും ഉള്ള ഒരാളോട് മാത്രം പറയുന്ന കാര്യങ്ങൾ ആണ് നാം വിശ്വസിക്കുന്ന ദൈവത്തോട് പറയാൻ നാം തയ്യാറാകുന്നത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ നാം തയ്യാറാകുന്നത്. അപ്പോ ഒരു വ്യക്തിയുടെ തികച്ചും സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിശ്വാസവും ഈ പ്രാർത്ഥനയും. ഈ മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഈ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആശ്രയിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരേ രീതിയിൽ പ്രാർത്ഥിക്കുന്ന, ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ മതമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസമുള്ള എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അവകാശമുള്ളതുപോലെ എന്റെ സുഹൃത്തായ മറ്റൊരാൾക്കും അയാൾ ഇഷ്ടപ്പെടുന്ന, അയാൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊരാൾക്കും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ മറ്റ് ഉള്ളവർക്കും പ്രാർത്ഥിക്കാനായി സ്വതന്ത്രമായി അവരിഷ്ടപ്പെടുന്ന, അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തെ വിഭാവനം ചെയ്തപ്പോൾ ഭരണഘടനയിൽ നമ്മൾ ഒരു മതേതര രാഷ്ട്രത്തെ വിഭാവനം ചെയ്യാൻ തന്നെ കാരണം ഭാരതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാനാ മതവിശ്വാസങ്ങളെയും സ്വീകരിച്ച് ഒരേ സ്വാതന്ത്ര്യത്തോടുകൂടി വളരാനും വികസിക്കുവാനും അവകാശം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നാം നമുക്ക് തന്നെ തന്നിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഈ മറ്റുള്ളവരുടെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, മതങ്ങൾ പ്രചരിപ്പിക്കുവാനും വളർത്തുവാനുമുള്ള സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യങ്ങൾ നമുക്കുള്ളതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ഉണ്ട് എന്നുള്ള വസ്തുത നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പ്രത്യേക മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്നു എന്നുള്ള കാരണത്താൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ കുറെ വ്യക്തികളെയോ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താനോ ഒറ്റപ്പെടുത്താനോ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവണതകൾ നാം കാണുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതും ഈ മതേതരത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നാം ഇന്ന് പല രീതിയിലും വിശ്വാസങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന രീതികൾ കാണാറുണ്ട്. മത
വിഭാഗീയതയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ പള്ളിയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടി വരുന്ന തീർത്ഥാടകരെ ഈ പള്ളിയിൽ സ്വീകരിച്ച് ആനയിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത് അവർക്ക് എണ്ണ പകർന്നു കൊടുത്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ വിശ്വസിക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ചെയ്തു കൊടുക്കുന്നത്. അതെനിക്ക് വളരെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന്റെ സമയത്ത് അവിടുന്ന് ആറാട്ട് എഴുന്നള്ളി വന്നു കഴിഞ്ഞാൽ ആ ആറാട്ടിന്റെ വിളക്കിലേക്ക് ഈ വിളക്കിൽ നിന്നുള്ള എണ്ണ പകർന്ന് കൊടുക്കുകയും ആ ആറാട്ടിനെ സ്വീകരിച്ച് ഇവിടെ ഈ അച്ഛൻ ദക്ഷിണ കൊടുത്തതിന് ശേഷം ഇവിടുന്ന് വീണ്ടും അത് പ്രയാണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെ ഒരു രീതി ഈ പള്ളിയിൽ തുടർന്നു പോകുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. മറ്റ് പല ദേവാലയങ്ങളിലും നമുക്ക് അറിയാം, പല ദേവാലയങ്ങളിലും അന്യമതസ്ഥരായ ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. പല ദേവാലയങ്ങളിലും അന്യമതസ്ഥരായ ആളുകൾ കയറുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഈ പള്ളിയിൽ ഒരു മാതൃകാപരമായ ഒരു പെരുമാറ്റം, മറ്റുള്ളവരുടെ പ്രാർത്ഥിക്കാനുള്ള അവരുടെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് അവർക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കൂടി തയ്യാറാകുന്ന ഈ ഇടവകയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇങ്ങനെ ഈ ദേവാലയങ്ങളുടെ നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങളുടെ കൂട്ടത്തിൽ വളരെ വലിയ ഒരു സ്ഥാനമാണ് ഈ ദേവാലയത്തിന് ഈ ഒരു പ്രവർത്തന രീതി കൊണ്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും ഈ പള്ളിക്ക് അത് തുടർന്നുകൊണ്ടു പോകാൻ സാധിക്കണമെങ്കിൽ ഇതിന്റെ ഭാരവാഹികളും ഇതിന്റെ ഇടവകാംഗങ്ങളും എല്ലാം ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് തുടർന്നു പോകണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി മുന്നോട്ട് വന്ന് സഹകരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് സാധിക്കുകയില്ല. അപ്പോ ഈ ഇടവകയ്ക്കും ഈ ഇടവകയിലെ ഓരോ ഇടവക അംഗത്തിനും ഇതിന് ഞാൻ ഈ പ്രവർത്തന രീതിക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഈ പള്ളി ഇനിയും ദീർഘകാലം ഈ മതവിഭാഗീയതയ്ക്കെതിരായിട്ടും മതേതരത്വം നമുക്ക് നേടിയെടുക്കുന്നതിന് സഹായകരമാകുന്ന രീതിയിലും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പള്ളി ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല നിൽക്കുന്നത്, ഓരോ സാമൂഹിക പ്രശ്നങ്ങളിലും ഇടപെടുകയും അതിൽ വ്യക്തമായ നിലപാടെടുക്കുകയും ആ സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായി കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അപ്പോ ഈ ഒരു സമൂഹത്തിന്റെ തന്നെ പ്രശ്ന പരിഹാരത്തിന് അതുപോലെ വളരെ ആക്റ്റീവായിട്ട് ഉള്ള ഒരു റോള് എടുത്ത് നിലകൊള്ളുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിക്ക്. ഇനിയും ധാരാളം സംവത്സരങ്ങളോളം ഈ നല്ല പ്രവൃത്തികൾ തുറന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിന് ഇവിടെ ഇനിയും ഇവിടുത്തെ വികാരിക്കും ട്രസ്റ്റിയും മറ്റ് ഭാരവാഹികൾക്കും ഇടവാംഗങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. മണ്ഡലങ്ങളിലെ സുശക്തമായ ശബ്ദം, ശ്രീനാരായണ സൂക്തങ്ങളുടെ പ്രചാരകനും പരിപാലകനും ജനലക്ഷങ്ങളുടെ ആരാധ്യനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളെ മുഖ്യപ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ആദരണീയനായ യോഗാധ്യക്ഷൻ, സംപൂജ്യനായ ഉദ്ഘാടകൻ ഉൾപ്പെടെ വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, രാഷ്ട്രീയ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഏറെ പ്രഗത്ഭരും പ്രസിദ്ധരുമായ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ വേദിയിൽ എല്ലാവരും, അതോടൊപ്പം തന്നെ ഈ സമ്മേളനം സംബന്ധിച്ചിരിക്കുന്ന പ്രിയമുള്ള തദ്ദേശവാസികളെ, വിശ്വാസികളെ, സ്നേഹമുള്ളവരെ, പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാംസ്കാരിക സമ്മേളനത്തിലൂടെ വരിക. നമ്മുടെ ഇടവ വികാരി കോശി ജോർജ് വിഴിഞ്ഞവിള സ്നേഹം കൊണ്ട് ആരെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് പറയാതിരിക്കാൻ ഓർത്തില്ല. വേദിയും സദസ്സും കണ്ടാൽ തന്നെ വളരെ വ്യക്തമാണ്. വിവിധ രാഷ്ട്രീയ മേഖലയിൽ, വിവിധ സമുദായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ കോർത്തിണക്കി ഒരു വേദിയിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ്. ഒന്നിനെ കണ്ടാൽ ഒന്നും മിണ്ടുകയില്ല. തമ്മിൽ പോരടിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇവരെല്ലാം ഒന്നിച്ച് ഇവിടെ ഇരുത്തുക അദ്ദേഹത്തിന് സാധിച്ച അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട് കീഴടക്കി. എന്നെയും അങ്ങനെയാണ്. അതല്ലെങ്കിൽ എനിക്കിവിടെ ഇന്ന് വരാൻ വലിയ പ്രയാസമുള്ള ദിവസമാണ്. ഇങ്ങനെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ SN ട്രസ്റ്റിന്റെ സെക്രട്ടറിയായി ഇന്നലെ തെരഞ്ഞെടുത്ത് ഇന്ന് ഞാൻ ഇന്ത്യ വിടേണ്ടവനാണ്. ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് നാളെ പോയേ പറ്റൂ. അതും അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് മാറ്റിവെച്ചാണ്. പക്ഷേ ആ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്വകാര്യ അസൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും സ്നേഹം എന്നെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന് സ്നേഹമായ ആ പെരുമാറ്റങ്ങൾ, നിർബന്ധങ്ങൾ ഈ മലമുകളിൽ എന്നെ എത്തിച്ച് അതിന് അദ്ദേഹത്തിന്റെ ആ സംഘടനാ പാഠവത്തെ ഒരു രാഷ്ട്രീയത്തിലായിരുന്നു ഇദ്ദേഹം ആരാകുമായിരുന്നു എനിക്ക് സംശയം. ഒരുപക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വരെ ഉള്ള കഴിവും സാധ്യതയും അദ്ദേഹത്തിന് ഏറെയാണ്. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഇന്ന് ആരെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക? മക്കളെപ്പോലും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത രക്ഷാകർത്താക്കളുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടവ വികാരി എല്ലാ ആളുകളും, എല്ലാ രാഷ്ട്രീയക്കാരും, വിശ്വാസികളും വിശ്വാസമില്ലാത്തവരായ തിരക്കില്ല എല്ലാവരെയും കോർത്തിറക്കി ഒരു വേദിയിൽ കൊണ്ടുവന്നു എന്ന് കഴിഞ്ഞാൽ അത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. വികാരി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവത്തെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് കണ്ടു പഠിക്കാൻ ഞാൻ ശ്രമിക്കാം. കാരണം ഞാൻ ഇതുപോലുള്ള പലതും കണ്ടാണ് പഠിക്കുന്നത്. കണ്ടാനൊന്ന് ചിരിക്കുന്നത്, മുത്തൂറ്റി കണ്ടാന കൊമ്പനാന എന്ന് ചിരിക്കുകയാണ്. കാരണം ഇതുപോലുള്ള പലതും കണ്ടാണ്. ഞാൻ ആരുമല്ല, ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. ആ കച്ചവടക്കാരനായി നടന്ന് ഞാനാണ് ഇപ്പൊ സമുദായ പ്രവർത്തനായി. ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ കൊണ്ടെത്തിച്ചതാണ്. 6-ാം ഊഴം എന്ന് പറയുമ്പോൾ എന്റെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഊഴം എന്ന് പറയുമ്പോൾ 6-ാം ഊഴം എന്ന് പറയുമ്പോൾ SNDP യോഗത്തിന്റെ തെരഞ്ഞെടുപ്പിലാണ് 6-ാം ഊഴം. അത് SN ട്രസ്റ്റ്. ഇത് രണ്ടും രണ്ടാണ്. മുത്തൂറ്റ് ഇപ്പോൾ 1 ലക്ഷം രൂപ എന്നാൽ അദ്ദേഹത്തിന് ഉടൻ SN ട്രസ്റ്റ് ബോർഡിൽ തെരഞ്ഞെടുക്കാതെ ബോർഡ് മെമ്പറാകാം. അതാണ് എന്റെ സിസ്റ്റം. അവിടെ ജാതിയും മതവും ഒന്നുമില്ല. അത് SNDP അത്ര പെട്ടെന്ന് നടക്കത്തില്ല. അത് ഞങ്ങളുടെ സമുദായ സംഘടനകൾ SNDP SN ട്രസ്റ്റും രണ്ടാണ്. കാരണം എന്നെ SNDP തെരഞ്ഞെടുക്കുന്നതാണ് ആ പ്രസംഗത്തിൽ രണ്ടും കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട്. SN ട്രസ്റ്റ് സമുദായ പ്രവർത്തനമൊന്നുമില്ല. അതിനകത്ത് ആതുര ശുശ്രൂഷ രംഗത്ത് ഉള്ള പ്രവർത്തനം, ഹോസ്പിറ്റൽ, മുത്തൂറ്റ് പോലുള്ള ആശുപത്രി ഞങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നും അത്രയും നോക്കുന്നില്ല. 3 ആശുപത്രി, ഇങ്ങനെ ശങ്കേഴ്സ് ആശുപത്രി ഉൾപ്പെടെ 3 ആശുപത്രി നടത്തുന്നുണ്ട്. 10-14 കോളേജുണ്ട്. 10-20 വിദ്യാഭ്യാസ സ്ഥാപനം. അതായത് ആതുര ശുശ്രൂഷ രംഗവും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒറ്റ കർമ്മം മാത്രമല്ലാതെ SN ട്രസ്റ്റിനില്ല. അപ്പൊ കുറെ കോളേജുകളും കുറെ സ്കൂളുകളും ഹോസ്പിറ്റലിലെ മാനേജർ എന്ന ഒരു ഉദ്യോഗമാണ് അതിലൂടെ കിട്ടുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒന്നിനൊന്നും ചേരാത്ത സമുദായമാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് നേതാവില്ല, എല്ലാവരും നേതാവാണ്. എല്ലാവരും ഒരു നാഴിയിൽ ഒരു നാഴി എന്ന പോലെയാണ്.
ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെയല്ല. സഭയ്ക്കൊരു നേതൃത്വമുണ്ട്. ആ സഭയുടെ നേതൃത്വം ആരാണ് അത് പറഞ്ഞാൽ അനുയായികൾ അംഗീകരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഞങ്ങളെല്ലാവരും നേതാക്കന്മാരാണ്. അതുകൊണ്ട് ആരും അംഗീകരിക്കില്ല. അതിനിടയ്ക്കാണ് ഞാനിങ്ങനെ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ പല അടവും നയവും, ഒരുപക്ഷെ അതെല്ലാം ജോർജറ്റിന്റെയും കുറച്ച് ഞാൻ കണ്ടുപഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചിന് അടുത്ത് അടവ് നയം പ്രയോഗിക്കേണ്ടി വന്നാൽ അത് അല്പം അതിൽ നിന്ന് കിട്ടിയതൊക്കെ ഞാൻ സ്വീകരിച്ച് മുമ്പോട്ട് പോകും. കാരണം ഞങ്ങളൊരു സർപ്പയജ്ഞക്കാരനാണ് ഞാൻ. കാരണം ഇന്നത്തെ എല്ലാം ഉണ്ട്. പാമ്പുണ്ട്, ദേവുണ്ട്, തേരട്ടയുണ്ട്, രാജകൻ പാലയുണ്ട്, തൊട്ടാച്ചക്രബോണ്, അണലി വരെ ഉണ്ട്. തമ്മിൽ കൊത്തുകയും ചെയ്യരുത്, എന്നെയും കൊത്തുകയും ചെയ്യരുത് എന്നുണ്ട്. ഒരു മുട്ടയിലിട്ടുണ്ട് എല്ലാത്തിനെയും കൊണ്ടുപോകുന്ന ഒരു സർപ്പയജ്ഞക്കാരന്റെ പാടാണ് എനിക്കുള്ളത്. അത്തരം പാടുപെട്ട ഒരു ദൗത്യമാണ് ഒരു കച്ചവടക്കാരനായി നടന്ന ഞാൻ. പ്രത്യേകിച്ചും എന്നെപ്പറ്റി ഒരുപാട് അപവാദങ്ങളൊക്കെ പറയാറുണ്ട്. എനിക്കതെല്ലാം വളരെ ഇഷ്ടമാണ്. കാരണം ഞാനെന്തോ കർമ്മം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എന്നെപ്പറ്റി ഒരുപാട് വിമർശിക്കാറുണ്ട്. വിമർശനം എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം വിമർശിക്കും തോറും ഞാൻ വലിയവനാകുകയാണ്. അത് ഇതെല്ലാം ഞങ്ങൾക്ക് നേടുന്ന ആർ ശങ്കരൻ കേസ് കൊടുത്ത് സ്ഥാപനങ്ങൾ കയറണമെന്ന് വിധി മേടിച്ചതും ഇവിടുത്തെ ക്രിസ്ത്യാനി നായരും ആരുമല്ല, ഞങ്ങളുടെ ജാതികൾ തന്നെ നേടിയത്. അദ്ദേഹം അതുകൊണ്ട് ഹാർട്ട് പൊട്ടി മരിക്കുകയുള്ളൂ. അങ്ങനെ ഇതിന് വന്നവരാരും കുമാരനാശാൻ തൊട്ട് വെള്ളാപ്പള്ളി നടേശൻ വരെ വിമർശനമില്ലാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് വിമർശനം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ ഏത് മുട്ടാളം വന്നാലും മുട്ടുമടക്കാതെ തന്റെ ഇടത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി എനിക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതാണ് എന്റെ കൈമുതൽ. ആ കൈമുതൽ കൈവച്ചുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് എന്നാലാകാവുന്നത് ഞാൻ ചെയ്യുന്നു. അതിനുള്ള എന്നെ ജനം ഇഷ്ടപ്പെടുന്നു, പാവപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നു. അവരുടെ വോട്ട് കൊണ്ട് ഞാൻ ജയിക്കുന്നു. അതാണ് ഞാനായത്. ഇന്ന് SNDP യോഗത്തിലായി SNDRSിലായി ഇത്രയും കാലം ദീർഘകാലം പ്രത്യേക എതിരില്ലാതെ ജയിച്ച ഒരു SNDRS സെക്രട്ടറി ഈ കാലഘട്ടത്തിൽ നാളുവരെ ഉണ്ടായിട്ടില്ല. ആ ഇന്ന് ഔചാരികമായി ഞങ്ങളുടെ യൂണിയൻകാർക്ക് ഇവിടെ വരാൻ കോശി ജോർജ് അച്ഛന്റെ കാരുണ്യം കൊണ്ട് ചുളിനൊരു അവസരവും കിട്ടി. ഞങ്ങളെല്ലാം ആ യൂണിയൻ ഓഫീസിൽ വന്നപ്പോൾ അവരൊരു സ്വീകരണം, ആദ്യമായി ഒരു സ്വീകരണം നൽകിയും ഈ പള്ളിയിൽ വരുന്നതിന് മുമ്പാണ്. ഞാനൊരു പള്ളിയാണ് വെള്ളാപ്പള്ളി, ഇവിടെയും ഒരു പള്ളിയാണ് വന്നത്. ഈ രണ്ട് പള്ളിയും ഒന്നിച്ചിവിടെ കൂടുവാൻ ഒരവസരം കിട്ടിയിട്ട് അത് ഒരാദ്യം. കാരണം ജയിച്ച ശേഷം ആദ്യമായിട്ട് വരികയല്ലേ. അതൊരു പരിശുദ്ധമായ ഒരു ദേവാലയത്തിൽ ഞാൻ വിശ്വസിക്കുന്ന അമ്പലത്തിൽ പോലും എനിക്ക് പോകാത്തില്ല. അത് എല്ലാം വിശ്വാസമാണ്. അതിനെപ്പറ്റി എല്ലാം നമ്മുടെ ജഡ്ജി അദ്ദേഹം വളരെ മാന്യമായും ഭംഗ്യന്തരനെ അവതരിപ്പിച്ചു. ഞാൻ അതിലേക്കൊന്നും ഒരുപാട് കടക്കുന്നില്ല, സമയം വൈകി. ഞാനാണെങ്കിൽ നാളെ പോകാനുള്ള ഇതിനുള്ള ഉടുപ്പ് പോലും എടുത്ത് വെച്ചിട്ടില്ല. എനിക്ക് ഭാര്യ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ബ്രാഞ്ചുകളിലൊന്നും എനിക്ക് ഭാര്യമാരുമില്ല. അതുകൊണ്ട് ഇത് ചെന്നിട്ട് വേണം എൻ്റെ ഭാര്യയെ കൊണ്ട് ഇതെല്ലാം എടുത്തു കൊടുത്ത് അത്യാവശ്യ കാര്യങ്ങളാണ്. വേൾഡ് മലയാളി അസോസിയേഷൻ മുത്തൂറ്റിന് ഉദ്ദേശിച്ചല്ല, മുത്തൂറ്റിന്റെ ബ്രാഞ്ചില് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതുപോലുള്ള ചില ഊറ്റുണ്ട്, മുത്തൂറ്റല്ലെങ്കിലും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തുമാട്ടെ പോയി ഒന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല. അപ്പോൾ എനിക്കും ഒന്ന് തയ്യാറാക്കി താമസം വരുമെന്നും വിചാരിച്ചില്ല. ഇവിടെ വന്ന അച്ഛനാണ് വളരെ കർക്കശമായി കൃത്യനിഷ്ഠ പാലിച്ചിരിക്കുന്നു എന്ന് കോശി ജോർജ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കൃത്യമായി ഞാൻ ഒരു 10 മണിക്ക് തന്നെ പുറപ്പെട്ട് കൊല്ലത്ത് വന്ന് താമസിച്ചു. എത്രയോ അകലെയാണ് എൻ്റെ വീട് പറയാം, ഇവിടെ അടുത്തൊന്നും അല്ല. അവിടെ താമസിച്ചിട്ട് കൃത്യനിഷ്ഠയോട് വന്നെങ്കിലും അല്പം താമസിച്ചിട്ട് വന്നാൽ മതി എന്ന് ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശം കൊണ്ടാണ് ഞാൻ അല്പം താമസിച്ചത്. എന്നാലും ഈ ഗ്രാമത്തിൽ ഇത്രയധികം ആളുകളെ ഒന്നിച്ചുകൂടി കാണാനൊത്തതിൽ ഏറെ സന്തോഷം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ജോർജ് പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ച ദിവസമാണ്. അതുകൂടാതെ മെയ് ദിനം തൊഴിലാളി വർഗത്തിന്റെ ദിനമാണ്. അഖില ലോകാടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ദിനമായി ആഘോഷിക്കുന്ന ഈ ദിനം അങ്ങനെ പല കാരണങ്ങളാൽ പ്രസിദ്ധമായ ഒരു ദിവസം ഇവിടെ ഒത്തുകൂടുവാൻ സാധിച്ചു ഈ പെരുമാളിനോടനുബന്ധിച്ച്. മാത്രമല്ല ഈ പെരുമാൾ
ഈ പ്രത്യേകിച്ചും സഭയുടെ സംസ്കാരവും ഞങ്ങളുടെ സംസ്കാരവും ഏറെക്കുറെ പരസ്പര പൂരകമായി. ഭാരത സംസ്കാരമാണ് സഭയുടെ സംസ്കാരം. ഹിന്ദു സംസ്കാരത്തോട് താമ്യപ്പെട്ടതാണ് സഭയുടെ സംസ്കാരം. അതുകൊണ്ട് തന്നെ മുമ്പിൽ കണ്ടിലെ കൊടിയാണ് കൊടിമരം. അതെവിടെ തുടങ്ങി? ക്ഷേത്രങ്ങളിൽ നിന്ന് തുടങ്ങിയ ഒരു സംസ്കാരമാണ്. ആ കൊടിമരവും വിളക്കും നിലവിളക്കും ഇതെല്ലാം ക്ഷേത്രങ്ങളുടെ ഭാഗമായി ഉണ്ടായ സംസ്കാരം. അത് ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ വഴിപാടുകൾ നടത്തുമ്പോൾ ഇന്ന് പള്ളിയിൽ നിന്ന് എന്താ കൊടുക്കുന്നത്? പായസം കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന രീതിയിലുള്ള പലവിധ പ്രസാദങ്ങൾ ഇന്ന് പള്ളികളിൽ നിന്ന് കൊടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്നും ഭാരത സംസ്കാരത്തെ ഉൾക്കൊള്ളുവാനും അതിനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകുന്ന ഒരു സംസ്കാരവും പ്രവർത്തന ശൈലിയുമാണ് ഇന്ന് സഭകൾക്കെല്ലാം എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും ഉള്ളത്. അങ്ങനെ വളരെ മാതൃകാപരമായി പ്രത്യേകിച്ചും തിന്മ ഇല്ലാതാക്കി നന്മ സ്ഥാപിക്കുവാൻ സാധിച്ച ഒരു വ്യക്തികളുടെ ഓർമ്മ പുതുക്കലിന്റെ ഒരു പെരുന്നാണ്. അതിവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ചും തിന്മ വർദ്ധിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ, നന്മയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ, നന്മയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് നാം പ്രവർത്തിക്കേണ്ട ഈ കാലഘട്ടത്തിൽ നന്മയ്ക്ക് ഏറെ പ്രോത്സാഹനം നൽകുവാനും തിന്മയെ അടിച്ചമർത്തുവാനും ആകാവുന്നത് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് ശ്രീക്രിസ്തുവിന്റെ ജീവിതം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ആ വലിയ സന്ദേശം ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് നാം ലോകമെമ്പാടും കേട്ടിട്ടുള്ളത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്തേവർ, അതാണ് നമ്മളിവിടെ കണ്ടത്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വഴി പ്രവർത്തിക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിദ്വേഷമില്ലാതെ എല്ലാവരും സഹോദരനാണെന്നുള്ള ചിന്തയോടുകൂടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ പള്ളിയുടെ ഇടവക വികാരിയുടെ പ്രവർത്തനങ്ങൾക്ക് എത്ര കണ്ട് അഭിനന്ദിച്ചാലും അധികമാകില്ല. ജാതിയും മതമുണ്ട്, അതില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അതൊരു സത്യമാണ്. ജാതിക്കും മതത്തിനും അധിഷ്ഠിതമായ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ജാതിയും മതവും ഇല്ലാതാകണമെന്ന് ആര് പറഞ്ഞാലും സാധ്യമല്ല. ലോക അവസാനം വരെ ജാതിയുണ്ട്, മതമുണ്ട്. ഒരിക്കലും ജാതി മാറാൻ സാധിക്കില്ല. ഞാൻ ഈഴവജാതിയിൽപ്പെട്ടതാണ്. നാളെ ഞാൻ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ജാതിയിലേക്ക് ആകാം എന്ന് വിചാരിച്ചാൽ പോകാൻ സാധിക്കില്ല. അത് നായരാണ്. നായരായ അദ്ദേഹത്തിന് ഒന്ന് ഈഴവനാകണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള മതം മാറാം. ക്രിസ്ത്യാനിയാകാം, മുസ്ലിമാകാം, ജൈവമതത്തിൽ സ്വീകരിക്കാം. അപ്പോൾ മതം മാറാൻ സാധിക്കും, ജാതി മാറാൻ സാധിക്കില്ല. ആ നിയമങ്ങളും ചട്ടങ്ങളോട് നിൽക്കുന്നു. ഒരു പുരേതനായവന് ആ പുരേന് ദളിതന് ഇന്നും ചില അവകാശങ്ങൾ ഇവിടെയുണ്ട്. അവന്റെ അവകാശം എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നാളെ ഒരു ദളിതനായി കളയാം എന്ന് ഞാനൊരു കൂട്ടുബുദ്ധി ആലോചിച്ചാൽ ഞാൻ ജയിലിനകത്താണ്. ആ ആനുകൂല്യത്തിന് വേണ്ടി ഞാൻ ദളിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചാൽ ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് എതിരാണ്. അപ്പൊ ജാതി എന്നുള്ളത് ഒരു സത്യവും മതമെന്നുള്ളത് സത്യവും അത് നാം വിസ്മരിച്ചിട്ടോ തള്ളിക്കളഞ്ഞിട്ടോ കാര്യമില്ല. അത് കേരളവും ഇന്ത്യയും സംസ്കാരവും ഇന്ത്യയും ഭരണഘടനയും അംഗീകരിച്ചിട്ടുള്ള ഒരു സത്യമാണ്. ആ സത്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിദ്വേഷങ്ങളില്ലാതെ സഹോദരത്തെ, ആ സോദരൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഒരു വയറിൽ അമ്മയുടെ വയറിൽ നിന്ന് ജനിച്ച ഒരേ പോട്ടു, ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച ഒരേ കൂട്ടം, അത് അമ്മയുടെ വയറ്റിൽ ജനിച്ച അതവരാണ് സഹോദരൻ. അത് ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവരെ കൂടെ കഴിവാൻ നമുക്ക് സാധിക്കണം.
അതാണ് ഗുരുവിന്റെ സന്ദേശം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന്. ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ ഒരു കാലത്ത് സഹോദരനിപ്പം പറഞ്ഞിട്ട് പോലും അതുപോലും പിന്നെ മാറ്റി പറയേണ്ട ഒരവസ്ഥാവിശേഷം സഹോദരൻ തന്നെ പറയേണ്ടി വന്നു പിൽക്കാലത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പള്ളിയങ്കണത്തിൽ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ എളിയവനും നിങ്ങളിൽ പലരും കൊണ്ടും വളരെ എളിയവനായ ഇവിടെ വരാൻ അല്പനേരം സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങി 10 വാക്ക് പറയാനുള്ള അവസരം തന്നാണ്. ഇതിന്റെ പ്രധാന സംഘാടകൻ ഇടവക വികാരി ഫാദർ കോശി ജോർജ് വരഞ്ഞ വിള. അദ്ദേഹം ആരെയും വലിഞ്ഞു കിട്ടുന്ന ആളാണെന്ന് തോന്നുന്നു. എത്രയോ പേരെയും വലിഞ്ഞു കെട്ടി ഇവിടെ വേദിയിലിരിക്കുന്നു. അതുകൊണ്ട് എന്നെ വലിഞ്ഞു കിട്ടിയതെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചാൽ വളരെ സന്തോഷം. അത് മുത്തൂറ്റ് കൂടെ ഒന്ന് അനുവദിക്കണം. എന്നാലേ എനിക്ക് പോകാനൊക്കുള്ളൂ. വരുന്ന വഴി തന്നെ പറഞ്ഞിട്ടേ പോകാനൊക്കൂ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പോകരുത് ചേട്ടൻ, ഞാൻ പറഞ്ഞിട്ടേ പോകാമെന്നുള്ളതുകൊണ്ട് സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങി ഇരിക്കുകയാണ്. സ്നേഹത്തിന്റെ മുമ്പിൽ ആരുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങും. പക്ഷെ എന്നെ ദേഷ്യപ്പെടുത്തി എന്നെ കീഴടക്കാന്ന് പറഞ്ഞാൽ ഞാനും അല്പം എന്റെ സ്വഭാവം കാണിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ആരും തെറ്റിദ്ധരിക്കും. ഞാനൊരു പാവമാണ്, വെറും പാവം. ഞാൻ അടുത്ത കാര്യം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഒറ്റ മനുഷ്യൻ എന്നോടടുത്ത ഒരൊറ്റ മനുഷ്യൻ എന്നെ കണ്ട് 10 മിനിറ്റ് സംസാരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. വിവിധ യാതൊരു പക്ഷെ അകന്നു നിന്നുകൊണ്ട് പലതും എഴുതി പലരും പിടിപ്പിക്കുന്നുണ്ട്. പത്രമായാലും പത്രം ഇതാര് നിശ്ചയിക്കുന്നു, ആരെന്തെഴുതുന്നു, ആര് നോക്കുന്നു. ഞാൻ എന്റെ കർമ്മകാണ്ഡത്തിൽ ശക്തമായി നിന്നുകൊണ്ട് ഞാൻ പറയും എന്റെ കസേര എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഓർക്കണം. എന്നെ ഇരുത്തിയിരിക്കുന്ന ആരാണെന്ന് ഓർക്കണം. എന്തിനു വേണ്ടി എന്ന് ഓർക്കണം. ആ എന്തിന് ഞാൻ എന്തിനിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കണ്ടേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ കർമ്മം ചെയ്തു കഴിഞ്ഞു. കാരണം ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവർക്ക് കൂടി ദേവസ്വം ബോർഡിൽ നിയമനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് കോളേജുകൾ നിയമനം നടത്തുമ്പോൾ ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഉൾപ്പെടെയുള്ളവർക്ക് നിയമനം കൊടുക്കണം. അതല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നത് അനീതിയാണ്, അക്രമമാണ് എന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നുണ്ടായി. അദ്ദേഹത്തിന് വളരെ കടപ്പാടുണ്ട്. ആ സാമൂഹ്യ നീതി നടപ്പിലാക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജിൽ എന്റെ ഒരു ആവശ്യതയെ അവസാനിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള വലിയ മനസ്സ് കാണിച്ച വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. എത്രയോ കൊല്ലങ്ങളായി അവഗണിക്കപ്പെട്ട, അഗാധത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട വിഭാഗത്തിന് കോളേജ് വിദ്യാഭ്യാസം ഒരു ഒട്ട പട്ടികവർഗക്കാരനെ പോലും ആ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജിന് വരാതെ പോലും കയറ്റാതിരുന്ന അവസ്ഥയ്ക്ക് ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ സാധിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തോടും ഇതുപോലുള്ള കാര്യങ്ങൾ ഞാനല്ലാതെ ആര് പറയാറ്. ഇങ്ങനെ ചില സത്യങ്ങൾ പറയുമ്പോൾ ചിലർക്കെല്ലാം പറയും അപ്രിയ സത്യങ്ങൾ പറയുന്നു. അത് പണ്ടത്തെ പഴഞ്ചൊല്ലാണ്. എന്നാലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക, ഒത്തുപറയാതെ ഉള്ളത് പറയുക എന്ന അതിന്റെ ഒരു സംസ്കാരം. ഒരുപക്ഷെ വിവരക്കുറവായിരിക്കാം, വിദ്യാഭ്യാസ കുറവായിരിക്കാം, എന്തുമാകട്ടെ ഒത്തുപറയാതെ ഉള്ളത് പറയുമ്പോൾ ചിലർക്കെല്ലാം ഇഷ്ടവും ചിലർക്കെല്ലാം അരിഷ്ടങ്ങളും സ്വാഭാവികമാണ്. എനിക്ക് പാർലമെന്ററി മോഹമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ പോലും നിന്ന് മത്സരിക്കലേ. പാർലമെന്ററി മോഹമില്ലാത്തതിന് പല സത്യങ്ങളും പറഞ്ഞേ തീരൂ. ഒരു കുട്ടിക്ക് മാത്രമേ നഗ്നനായ രാജാവിനെ നഗ്നനാണെന്ന് പറയാൻ ഒരു കുട്ടിക്ക് സാധിക്കൂ. കാരണം കുട്ടി നിഷ്കളങ്കനാണ്. പക്ഷെ സ്വകാര്യ താല്പര്യമുള്ള പലർക്കും ഉള്ള സത്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കില്ല. ഞാൻ എന്റെ കസേരയിൽ നിഷ്കളങ്കനാണ്, ഞാൻ വലിയ നിസ്വാർത്ഥനാണ്, വളരെ കേമനാണെന്ന് സ്വയം അവകാശപ്പെടുകയല്ല. പല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള സത്യങ്ങൾ പറയേണ്ടി വന്നപ്പോൾ പലർക്കും വിഷമം ഉണ്ടായില്ലെങ്കിൽ ആ വിഷമം ഞങ്ങളുടെ സ്വകാര്യ ദുഃഖത്തിന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞെന്നു മാത്രമേ ഉള്ളൂ. അതിലാരും പരിഹരിച്ചിട്ടോ ഉദ്ദേശം വിചാരിച്ചിട്ടോ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടും വീണ്ടും ഞാൻ നിർത്തിയാണ്. പിന്നെ തുടങ്ങിപ്പോയി. ഇനി നിർത്താതെ ഇനിയും തുടങ്ങിയ കുഴപ്പമാണ്. കാരണം നിങ്ങളും പോകാൻ തിരക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ ഒത്തുറ്റു പോകരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം കൂടെ പറഞ്ഞ ശേഷം ഞാൻ വേദിയിൽ നിന്ന് ഇവിടെ പറയും. വരാൻ കാണാൻ നിങ്ങളോടൊപ്പം ഇരിക്കാൻ നിങ്ങളെല്ലാം ക്ഷമയോടുകൂടി എന്റെ 2 വാക്കുകൾ കേൾക്കാനുള്ള വലിയ മനസ്സ് കാണിച്ച സദസ്സിലെയും വേദിയിലെ എല്ലാ മഹൽ വ്യക്തികൾക്കും 100,000 നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരന്റെ പ്രതിസന്ധികളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന
ഈ സുമനസിന്റെ മുൻപിൽ ശിരസുകളെ നമിക്കുന്നു. സാന്നിധ്യത്തിനുള്ള പ്രത്യേക ആദരവുകളും കൃതജ്ഞതയും പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അൽമായ ട്രസ്റ്റി, സഭയിലെ അവൈദികരുടെ പ്രതിനിധി, ആഗോള വ്യവസായ പ്രമുഖരിൽ പ്രധാനി ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവറുകളെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചു. അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യൂസ് മെത്രാപ്പൊലിത്ത, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ, 6ാം ഊഴം SNDP ഇലക്ഷന് ജയിച്ച ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ, ട്രസ്റ്റും SNDP രണ്ടും കൂടെ 2 in 1 ഐസ്ക്രീം പോലെ. ശ്രീ അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വന്യ ശ്രീ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം മോനാട്ട്, മലങ്കര ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി. എന്റെ വളരെ വേണ്ടപ്പെട്ട സ്നേഹിതൻ ശ്രീ N പീതാംബരക്കുറുപ്പ് MP, ശ്രീ B രാഘവൻ MLA, അഡ്വക്കേറ്റ് ഐഷ പോറ്റി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വന്നിട്ടുണ്ട്. ഈ അച്ഛൻ പറഞ്ഞാൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശ്രീ AK സന്തോഷ് ബേബി, ശ്രീ V മോഹൻദാസ് ഉണ്ണിത്താൻ, ശ്രീ G വിശ്വംഭരൻ, ശ്രീ BB ഗോപകുമാർ. എനിക്ക് എത്രയും വേണ്ടപ്പെട്ട ഈ പള്ളിയിലെ അംഗങ്ങളെ, മറ്റ് സമുദായങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ, സിസ്റ്റേഴ്സ് ആൻഡ് ചിൽഡ്രൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ പ്രസംഗങ്ങളെല്ലാം ഇവിടെ നടന്നു കഴിഞ്ഞിട്ട് ഇത് ഇനിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത് ശ്രീമാൻ അദ്ദേഹത്തിന് പോണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ജി. 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ ഇന്നിവിടെ വന്നപ്പോഴേ ഈ വേദിയിൽ വരാൻ നിന്നപ്പോൾ എന്നെ SNDP-ക്കാരെല്ലാം ഇവിടെ തടഞ്ഞു. SNDP-ക്കാർ തടഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രതിഭ വലിയ നേതാവ് മുകളിലുണ്ട്, അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. അവിടെ ചെന്നപ്പോ അവിടെ പറ്റിയൊരു കുഴപ്പം, വലിയ പർവ്വതം പോലെ ഒരു സംഗതി, സഖ്യപർവ്വതം കണ്ടു. എന്താ സഖ്യപർവ്വതം? ഇദ്ദേഹത്തിന് കൊടുത്ത അനുമോദനത്തിന്റെ ഷോള് മുഴുവൻ കൂടെ അവിടെ കിടക്കുന്നു. അത് കൊണ്ടുപോണേ, വീട്ടിൽ കൊണ്ടുപോണേ. അപ്പോ അവിടെ ആളുകൾ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ പറ്റി അറിയാവുന്നതിനെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. നടേശൻ ചേട്ട, എല്ലാവിധമായ ആശംസകളും ഈ വലിയ ദിവസത്തിൽ, ഇലക്ഷൻ നടന്ന ദിവസത്തിൽ അർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ വളരെ ശക്തിപ്പെടട്ടെ. പക്ഷെ എനിക്കൊരു പേടിയുണ്ട് ഇദ്ദേഹത്തെ പറ്റി. ഈയിടെ ഏതാണ്ടൊക്കെ എന്ത് കണ്ടാലും തുടങ്ങിക്കളെ. ഈയിടെ ഒരെണ്ണം തുടങ്ങി മൈക്രോ ഫൈനാൻസ്. ഞാൻ പറഞ്ഞു മുത്തൂറ്റുകാരുടെ ജോലി മിക്കവാറും കളഞ്ഞേക്കും. മൈക്രോ ഫൈനാൻസ് തുടങ്ങിയിരിക്കുക അവിടെ. SNDP ട്രസ്റ്റ് ആണോ SNDP ആണോ? SNDP. പക്ഷെ ഒരു കാര്യം, ഞാനത് ലാഘവമായിട്ട് പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി കേരളത്തിലില്ല. നായന്മാരെന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അവരല്ല, വലിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയെ കൂട്ടി കോർത്തിണക്കി പോകാൻ മുമ്പേ പറഞ്ഞ ആ സംഗതി വെച്ച് അസാധ്യമായൊരു സംഗതിയാണ്. വാസ്തവത്തിൽ അതിവിശിഷ്ട സേവാ മെഡൽ കൊടുക്കേണ്ട ഒരാളാണ്, പരമവീര ചക്രം കൊടുക്കേണ്ട ആളാണ്. ഞാൻ ഇവിടെ വിളിച്ച കാര്യം പറഞ്ഞാൽ, ഒന്നാമത് സെന്റ് ജോർജ് പള്ളി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഈ വഴി മുഴുവൻ സെന്റ് ജോർജിന്റെ പള്ളിയാണ്. ഈ വന്ന വഴിയിലെല്ലാം സെന്റ് ജോർജ് പള്ളി. ശരിയാണോ? ഒത്തിരി പള്ളികളുണ്ട്.
അച്ഛൻ പേടിക്കണ്ട. മലങ്കരയിൽ ഏറ്റവും കൂടുതൽ ഏത് പരിശുദ്ധന്റെ നാമത്തിലാണ് പള്ളി എന്ന് ചോദിച്ചാൽ അത് സെന്റ് ജോർജിന്റെ നാമത്തിലാണ്. പള്ളി അല്ലെങ്കിൽ കുരിശടിയെങ്കിലും അവിടെയുണ്ട്. കുരിശടി പറയാൻ പേടിയാണ്. കുരിശടി വേണ്ട. നമ്മുടെ കുരിശടി മുഴുവൻ ഇപ്പൊ SNDP-കാരെടുത്തു. ഞാൻ എല്ലാ പള്ളിയുടെ അവിടെ നിന്ന് കുരിശ് വരയ്ക്കും. ഇപ്പൊ കുരിശ് വരയ്ക്കുന്ന എല്ലാം ശിവഗിരിയുടെ കുരിശിലോട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. കുരിശടി തന്നെയല്ല, ഞങ്ങളുടെ കൊടിയുടെ നിറം ഇപ്പൊ നിങ്ങളുടെയായി. എവിടെ നോക്കിയാലും നിങ്ങളുടെ കൊടിയാണ്. ഞങ്ങളുടെ കൊടിയുടെ കളറാണ്. വാസ്തവത്തിൽ പേറ്റന്റ് ചെയ്യേണ്ടിയായിരുന്നു. ഇവർ മുഴുവൻ അത് പേറ്റന്റ് ചെയ്തിരിക്കുക. ഈ വെള്ളാപ്പള്ളി ചേട്ടനോട് മിണ്ടാൻ എനിക്ക് പേടി. മിണ്ടിയാൽ രണ്ട് സംഗതി അടിച്ചെടുക്കും. നല്ല കാര്യം, നല്ല കാര്യം, അടിച്ചെടുത്തോണം. എന്താ വിഷമം വല്ലതും ഉണ്ട് കേട്ട്? ഇതിലൊക്കെ എത്രയോ കേട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ഈ പള്ളിയിൽ വന്നപ്പോഴേ സെന്റ് ജോർജിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം. ഈ പള്ളി സെന്റ് ജോർജിന്റെ കൂടെ ആണ് എന്ന് പറയുമ്പോഴേ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സെയിന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരാള് സെന്റ് ജോർജാണ്. മുമ്പേ പറഞ്ഞപ്പോ സിമ്പിളായിട്ട് പറഞ്ഞു, തിന്മയ്ക്കെതിരെ നന്മ കൊണ്ട് ജയിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എ വണ്ടർ ഓഫ് വണ്ടേഴ്സ്. ഒരു ശത്രുവിനും നമ്മളെ ശത്രുപാളയത്തിൽ നമ്മൾ തന്നെ ആയിപ്പോയാൽ അവിടെ രക്ഷപ്പെടും. എന്റെ ഗീവറി സഹത എന്ന് വിളിച്ചാൽ അത് വെള്ളാപ്പള്ളി ചേട്ടനും ബാധകമാണ്, ഈ അദ്ദേഹത്തിനും ബാധകമാണ്, ദേവസ്വം ബോർഡിന്റെ ചെയർമാനും പ്രസിഡന്റും ബാധകമാണ്. എല്ലാവരെയും സംരക്ഷിക്കുന്ന ആളാണ്. ഞങ്ങളുടെ എല്ലാ സെയിൻസും അതെ. മതം നോക്കിയല്ല ഞങ്ങളുടെ റാസ പോകുന്നത്. എല്ലാവരെയും കൂടെ ചേർത്താണ് അനുഗ്രഹിക്കുക. റാസ എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാളിന് ഒരു റാസപോക്കുണ്ട്. അതും ഹിന്ദുയിസത്തിൽ നിന്ന് ഒത്തിരി എടുത്തിട്ടുണ്ട്, അത് തീർച്ചയായും. അപ്പോ അത്ര വലിയ പരിശുദ്ധനാമെന്നുള്ള ഈ പള്ളിയിലെ ഈ അച്ഛൻ ചെയ്യുന്ന ജോലി, ഞാൻ അച്ഛന്റെ ആ പ്രസംഗത്തില് എല്ലാവരെയും വെൽക്കം ചെയ്ത് സംസാരിച്ചപ്പോൾ തീപ്പൊരിയായിട്ടുള്ളൊരു അച്ഛനാണ്. ഈ അച്ഛൻ വിചാരിച്ചാൽ മുമ്പ് എന്താ പറഞ്ഞേ, മിക്കവാറും പുള്ളി പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ എവിടെ പറയാ പറഞ്ഞേ, എവിടെ പറഞ്ഞു? ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ വരെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. അച്ഛൻ ചെയ്യുന്ന ഒരു ജോലി ജാതി മത ഭേദമന്യേ ഈ ആലയം, ദൈവത്തിന്റെ ആലയം തുറന്നു കൊടുത്ത് അവർക്ക് വേണ്ട സംഗതികൾ ശിവഗിരിയിലാകട്ടെ, ദേവീക്ഷേത്രത്തിലാകട്ടെ, എല്ലാ സ്ഥലത്തും ചെയ്യുന്ന ഒരു വലിയ മഹത്തായ ഒരു ദേവാലയം. ഇത് നല്ലൊരു ഉദാഹരണമാണ്. മലങ്കരയില് അച്ഛൻ പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ എന്ന്. എനിക്കത് അറിയത്തില്ല എങ്കിലും പിന്നെ ഒരു കാര്യം ആരോ പറഞ്ഞു, ദേവാലയത്തിൽ എല്ലാരെയും കയറ്റിയില്ലെന്ന്. അത് ശരിയല്ല. എല്ലാ ദേവാലയത്തിലും കയറ്റും, പക്ഷെ അവർക്ക് കുർബാന അനുഭവിക്കാൻ ഒക്കെയില്ലെന്ന് മാത്രം. ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ ദേവാലയത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു സത്യം തന്നെയാണ്. ഈ ദേവാലയം വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഈ അച്ഛനെ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുന്നു. ഇവിടെ ഞാൻ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറയാതെ നിർത്താൻ പോവുക. മലങ്കര സഭയെപ്പറ്റി ഒരു വാക്ക് പറയുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് തോന്നുന്നു. നമ്മുടെ സഭയുടെ, മലങ്കര സഭയുടെ ഒന്നാമത്തെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല തിരുമേനി ചെയ്ത പോലെ മാക്സിമം ആളുകളെ മതസൗഹൃദത്തിലും ഉത്തമ ഭിന്ന മതങ്ങളെ ചേർത്ത് പരിമല തിരുമേനി ചെയ്ത വർക്ക് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന പരിമല തിരുമേനി ഇങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന മാത്രം. ഒരു സമയത്ത് പ്രാർത്ഥന മാത്രമായിരുന്നു. പക്ഷെ തിരുമേനി ചെയ്തിട്ട് അത്രയും സ്കൂളുകൾ തുടങ്ങുകയും മറ്റ് മതക്കാരെ കൂടുതൽ കൂട്ടിച്ചേർത്ത് അനേക കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഞാനിത് പറയുന്നത് ഇതൊക്കെ എല്ലായിടത്തും പോയി പറയാനായിട്ടാണ്, അങ്ങോട്ട് നോക്കി പറയുന്നത് എല്ലായിടത്തും പറയാനായിട്ടാണ്. അപ്പോ ഈ പരിമല തിരുമേനി മുതൽ ഇങ്ങനെ സാമൂഹ്യ ഈ പള്ളിയിലെ പറഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസം ഇവിടെ ഞാൻ പറയുന്നില്ലെങ്കിലും സാമൂഹ്യ കാര്യങ്ങളിൽ അങ്ങേ അച്ഛൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹനീയമായ കാര്യമാണ്. അപ്പോൾ ഈ പള്ളിയും പള്ളി ചെയ്യുന്ന വർക്കിനെ പറ്റി പ്രാസംഗികന്മാരെല്ലാം ദീർഘമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ജസ്റ്റിസ് വിജയമോഹൻ ആൻഡ് എനിക്ക് തോന്നുന്ന സുരേന്ദ്രമോഹൻ ആൻഡ് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനിയും പോകുന്നില്ല. കാര്യം അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട്
എന്തുവാ തുണിയൊക്കെ എടുക്കണമെന്നൊക്കെയാ പറയുന്നത്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഭാര്യ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മളെ പേടിപ്പിക്കാനായിട്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണിത്. ഇവിടുന്ന് എങ്ങനെയും പോണം. ഇനി പ്രിയമുള്ളവരെ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച അച്ഛനോടും പള്ളി കമ്മിറ്റിയോടും ഈ ഇടവകയോടും ഞാൻ ഇവിടെ വന്നത് ഒരു വലിയ സന്തോഷവും അങ്ങേ അറ്റത്തെ സന്തോഷവും ഇവിടെ വന്നതിൽ, നിങ്ങൾ എന്നെ വിളിച്ചതിൽ ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.